എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബുൽമയുടെ രൂപത്തിലേക്ക് മാറിയ ആ ഒരു ഗന്യു വില്ലൻ അവനാണെങ്കിൽ പിക്കലോയെ കണ്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പവർഫുൾ രൂപം അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ രൂപം ഞാൻ സ്വന്തമാക്കും. അതിനുള്ള സമയമായെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഗൊഹാൻ അവനാണെങ്കിൽ കാര്യം മനസ്സിലാക്കി ആ തവളയെ അതിനിടയിലേക്ക് വലിച്ചെറിയാണ്. ഞൊട്ടിയിടയിൽ ആ തവള അതാണെങ്കിൽ അവരുടെ ഇടയിൽപ്പെട്ട് ഇപ്പോൾ ആ വില്ലൻ ഗന്യു ആണെങ്കിൽ വീണ്ടും തവളയുടെ രൂപത്തിലേക്ക് പോവും. ബുൽമയ്ക്കാണെങ്കിൽ അവളുടെ പഴയ രൂപം കിട്ടും. പിക്കലോ സേഫായിട്ട് നിൽക്കും. പിക്കലോ ആണെങ്കിൽ ഇപ്പോൾ ഗോഹാനോട് താങ്ക്സ് പറയും. താങ്ക് യു, കറക്റ്റ് സമയത്ത് അത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കെൻ്റെ ശരീരം അത് നഷ്ടപ്പെട്ടു പോയേനെ. ബുൽമയാണെങ്കിൽ അവളുടെ ബോഡിയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. വാവ്, എനിക്കെൻ്റെ പഴയ ശരീരം അത് തിരികെ കിട്ടിയിരിക്കുകയാണ്. ലോകസുന്ദരി അവൾ തിരികെ അവളുടെ സൗന്ദര്യമുള്ള രൂപത്തിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഒട്ടപ്പനാണെങ്കിൽ ബുൽമയോട് പറയും, നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങാനായിട്ട് പാടില്ല. എവിടെയെങ്കിലും സേഫ് ആയ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കെ. ഇവിടെ കാര്യങ്ങളെല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവരത് പറഞ്ഞു തീർക്കേണ്ട താമസം. ഗോകുവും തമ്മിലുള്ള ഫൈറ്റ് അത് വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫ്രീസി ആണെങ്കിൽ ഗോകുവിനെ ആഞ്ഞു വെട്ടും. പക്ഷെ അവൻ ജസ്റ്റ് മിസ്സിനെ തെന്നി മാറി വലിയൊരു മല വെട്ടുകൊണ്ട് രണ്ടായിട്ട് പിളർക്കപ്പെടുകയാണ്. ഗോകു ആണെങ്കിൽ ചുറ്റും നോക്കും. നാമഗ്രഹത്തിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് തകർന്നു പോയിരിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഓ നോ, ഈ നാമഗ്രഹത്തിന്റെ ഒരു ഭാഗം തകർന്നിരിക്കുകയാണ്. എന്നെ കൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. ഉറപ്പായാലും ഇത് വലിയൊരു വിപത്തിലേക്കുള്ള തുടക്കം മാത്രമാണ്. എന്തെങ്കിലും ഉടനെ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇവരെ രക്ഷിക്കാനാവില്ല. എനിക്ക് തോന്നുന്നത് എന്റെ പവർ കൊണ്ട് ഫ്രീസയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ്. ഗോകുവിന്റെ വാക്കുകൾ കേട്ട് ഇപ്പൊ ഗൊഹാനും മൊട്ടപ്പനും പിക്കലോയും അവർ 3 പേരും ഷോക്കാവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കിങ് കായിക്കും അത് കേട്ട് വലിയ ഷോക്ക്. ബാറ്റ്സ്മാനും ഹാൻസം ബോയും അവർ രണ്ടുപേരും പരസ്പരം പറയും, ഓ നോ. ഗോകു അവന്റെ ഫുൾ പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്തിട്ടും ഫ്രീസ അവന്റെ പകുതി പവർ മാത്രം ഉപയോഗിച്ച് ഗോകുവിന്റെ എല്ലാ അറ്റാക്കുകളും ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഗോകു പറഞ്ഞതുപോലെ അവനെ കൊണ്ട് ഇതിന് കഴിയില്ലേ. ഗോകു പരാജയപ്പെടുവോ? കിങ്കായി ആണെങ്കിൽ അല്പനേരം നിശബ്ദനായിട്ട് നിൽക്കും. അതിനുശേഷം മുട്ടുകുത്തി താഴേക്ക് ഇരുന്നതിന് ശേഷം, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ തടയാൻ ശ്രമിച്ചത്. കിങ്കായി ആണെങ്കിൽ അത്രയും പറഞ്ഞ് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ ഫ്രീസി ആണെങ്കിൽ വീണ്ടും ഗോകുവിന്റെ അടുത്തേക്ക് വരും. നിന്റെ മുൻപിൽ ഒരു നല്ല കാര്യവും അതുപോലെ തന്നെ ഒരു ചീത്ത കാര്യമുണ്ട്. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും അല്പസമയം കൂടെ ജീവനോടുകൂടെ ഉണ്ടാവും. അതേസമയം മോശം കാര്യം, ആ ജീവനോടെയുള്ള അത്രയും കാലവും ജീവനോടെയുള്ള അത്രയും നേരവും നിനക്ക് ഒരുപാട് വേദനകൾ ഞാൻ തന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഗോകുവിനാണെങ്കിൽ എന്തു പറയണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓൾറെഡി ഞാൻ എൻ്റെ കയോക്കിൻ ടെക്നിക്ക് അത് 10 ടൈംസ് ഉപയോഗിച്ചു. ഇനി അത് 20 ടൈംസ് ആക്കിയാൽ മാത്രമേ എനിക്കിവനെ തൽക്കാലത്തേക്കെങ്കിലും തോൽപ്പിക്കാനായിട്ട് പറ്റൂ. പക്ഷെ ഇത് വളരെ ഡേഞ്ചറാണ്. എൻ്റെ ബോഡി അത് 20 ടൈംസ് താങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുൻപിലില്ല. ഈസി ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, എനിക്ക് ആക്ച്വലി ബോറടിക്കുന്നു. നിന്റെ വിധി അത് എഴുതുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ഗോകുവിനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടി. ഓരോ ഭാഗത്തേക്ക് ഗോകു ആണെങ്കിൽ അടിച്ചു വീഴുകയാണ്. ഗോകുവിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഗോകു ആണെങ്കിൽ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കും. അതിനാ ഫ്രീസ പറയും, നീ ഇപ്പൊ തന്നെ മരിക്കാൻ പോവാണോ? പോരാട്ടം അത് തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ വാല് ചുരുട്ടിയെടുത്ത് മുകളിലേക്ക് വലിച്ചെറിയും. ഗോകു ആണെങ്കിൽ ഒരുപാട് മുകളിലേക്ക് പോയി നിയന്ത്രണം വിട്ട് വെള്ളത്തിലേക്ക് അടിച്ചു വീഴും. ഗോകു ആണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവും. പക്ഷെ ഞൊടിയടയിൽ അവൻ മുകളിലേക്ക് നീന്തി വരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ വില്ലനാണെങ്കിൽ ഓറഞ്ചം പുറഞ്ചം അവന്റെ പവറുകൾ ഓരോ ഭാഗത്തേക്ക് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. ഗോകുവിന് പുറത്തേക്ക് വരാനായിട്ട് കഴിയില്ല. ഗോകു ആണെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിൽ ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം ആ ഫ്രീസ അവനാണെങ്കിൽ ഗോകുവിന്റെ തല ശക്തിയായിട്ട് പിടിച്ച് വെള്ളത്തിൽ മുക്കി പിടിക്കും. അവനാണെങ്കിൽ കൈയിട്ടടിച്ച് എങ്ങനെയെങ്കിലും ഫ്രീസയുടെ കൈ തട്ടി മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും അവനെ കൊണ്ടാവില്ല. ഗോകുവിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ഇപ്പൊ ഫ്രീസ അവൻ കളിയാക്കി ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയാതെ അങ്ങനെ പതിയെ ബോധം കെട്ട് താഴേക്ക് പോകാനായിട്ട് ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇവിടെ മൊട്ടപ്പനെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ അനക്കമില്ല. ഗോകു മൊട്ടപ്പനെ വിളിക്കുന്നതായിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ്. അതിനുശേഷം ചീച്ചി ആണെങ്കിൽ അഗ്നിയിൽപ്പെട്ട് കഴിയാതെ പെട്ട് കിടക്കുന്നതായിട്ട് കാണിക്കും. ഗോകു ആണെങ്കിൽ ചീച്ചിയെയും ഒരുപാട് തവണ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഗൊഹാൻ ആണെങ്കിൽ ആ അഗ്നിയിലൂടെ ഗോകുവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആണെങ്കിൽ അവന്റെ അച്ഛൻ ഗോകുവിന്റെ പേര് നിർത്താതെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ ഗൊഹാന്റെ പേരും വിളിക്കും. അതിനുശേഷം മാസ്റ്റർ, പിന്നീട് ക്യാറ്റ് ഗോഡ്, ബാക്ക്മാൻ, പിക്കലോ, ഹാൻസം ബോയ്, മാർഷൽ ആർട്സ്മാൻ, കുഞ്ഞിപ്പയ്യൻ, അങ്ങനെ എല്ലാവരും അവന്റെ മനസ്സിലേക്ക് വരികയാണ്. അടുത്ത നിമിഷം ഗോകു അവൻ കണ്ണു തുറന്ന്
ആ നദിയിൽ നിന്ന് വലിയൊരു പവർ അത് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ഫ്രീസി ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഞെട്ടുകയാണ്. എന്താ സംഭവിച്ചതെന്നറിയാതെ അവൻ ചുറ്റും നോക്കും. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും ഗോകു. അവനാണെങ്കിൽ ജീവൻ തിരികെ പിടിച്ച് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ഇവൻ ഉപദ്രവിച്ച എല്ലാവർക്കും വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ, എന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. കയോക്യൻ ടെക്നിക്സ് അതങ്ങനെ കൂട്ടിയെടുത്ത് ആ ഫ്രീസെ ആഞ്ഞടിക്കുകയാണ്. ആണെങ്കിൽ അവൻ്റെ ക്ലോസ് എത്തേണ്ട താമസം കയോക്യൻ ടെക്നിക്കിൻ്റെ കൂടെ ഹാമേ പവർ, ആ പവറും കൂടെ കമ്പൈൻ ചെയ്ത് ഫ്രീസെ ആഞ്ഞടിക്കുകയാണ്. ഫ്രീസി ആണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. രണ്ടുപേരുടെയും പവർ ഫുൾ ഫോഴ്സിൽ അങ്ങനെ കൂട്ടിമുട്ടി അവിടെ മുഴുവൻ വലിയൊരു വെളിച്ചം അതങ്ങനെ സ്പ്രെഡ് ആവും. അതിനുശേഷം പൊട്ടി അങ്ങനെ തെറിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ തകർന്ന് ഇപ്പോൾ നമ്മുടെ ഗോകുവിനെ കാണിക്കും. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഫ്രീസയെ തകർക്കാനുള്ള വെറിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഫ്രീസി ആണെങ്കിൽ ഇത്രയും വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനും തളർന്ന് കൈയൊക്കെ ആകെ പരിക്ക് പറ്റി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. ഗോകു ആണെങ്കിൽ ഫ്രീസയെ നോക്കും. എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്രയും പവർ അതെങ്ങനെ ഇവനുണ്ടായി? ഞാൻ എൻ്റെ മുഴുവൻ പവറും അതിനപ്പുറം ഉപയോഗിച്ചാണ് അവനെ അറ്റാക്ക് ചെയ്തത്. എന്നിട്ടും ഒരു പോറിൽ പോലും ഇത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അവൻ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ്റെ പവർ അത് വളരെ കൂടുതലാണ്. വെറും 50% പവർ മാത്രം ഉപയോഗിച്ചാണ് അവൻ ഇത്രയും നേരവും എന്നോട് ഫൈറ്റ് ചെയ്തത്. ഇനി ഞാൻ എൻ്റെ ഏത് ടെക്നിക്ക് അത് ഉപയോഗിക്കണം? എങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കും? ഇവനെ കൊണ്ട് ഈ ഒരു ഗ്രഹം പോലും ഇല്ലാതാക്കാൻ പറ്റും, അത് ഉറപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ സൂം ചെയ്താൽ ഇവിടെ പിക്കലോയെ കാണിക്കും. അവൻ്റെ ചുറ്റും മൊട്ടപ്പനും കൊഹാനും ഉണ്ട്. അവരാണെങ്കിൽ പരസ്പരം പറയും ഗോകു അവൻ്റെ ഫുൾ പവർ ഉപയോഗിച്ചു, എന്നിട്ടും ആ ഫ്രീസയെ തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. ഗോഹാനാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കും ഗോകുവിൻ്റെ പവർ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതെ, അച്ഛൻ്റെ പവർ അതിപ്പോൾ വല്ലാതെ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അച്ഛനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. പിക്കലോ ആണെങ്കിൽ അവന് പറ്റിയ തെറ്റ് മനസ്സിലാക്കും. അതെ, കിങ്കായി അദ്ദേഹം വെറുതെ പറഞ്ഞതായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 100% സത്യമായിരുന്നു, ശരിയായിരുന്നു. ഫ്രീസ ഒരു വലിയ വില്ലനാണ്. അവൻ്റെ പവർ ഒരുപാട് കൂടുതലാണ്, നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ വലുത്. അതുകൊണ്ടാണ് നമുക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അവനത് പറയേണ്ട താമസം ഫ്രീസി ആണെങ്കിൽ ഗോകുവിൻ്റെ അടുത്തേക്ക് വന്ന് വീണ്ടും അവനെ പിടിച്ചു വലിച്ച് തല്ലുകയാണ്. ഫ്രീസ അവൻ്റെ കയ്യിലേക്ക് നോക്കും. ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ തരുന്നത്. നീ കാരണം എനിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി, അതിനുള്ളത് നീ അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഗോകുവിനെ അങ്ങനെ തല്ലി കൊല്ലും. അവനാണെങ്കിൽ വാല് വെച്ച് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ ഗോകു ആണെങ്കിൽ തെറിച്ചുപോയി വെള്ളത്തിൽ വീഴുകയാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ കലി അടങ്ങാതെ അവനെ പിടിച്ചു വലിച്ച് അവനെ കളിയാക്കും. ഈ കുറച്ച് പവറാണോ ഇത്രയും നേരമായിട്ട് നീ സ്റ്റോർ ചെയ്ത് പിടിച്ചത്? നീ ശരിക്കും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞ് വാല് വെച്ച് അങ്ങനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. നീ എനിക്ക് ഇരയല്ല, തീർച്ചയായിട്ടും നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ എൻ്റെ തോൽവി അത് സമ്മതിക്കുകയാണ്. ഇല്ല, എന്നെ കൊണ്ട് ഇനിയും പോരാടാനായിട്ട് കഴിയില്ല, ഞാൻ തോൽക്കാൻ പോവാണ്. അടുത്ത നിമിഷം വെജീറ്റ അവൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നും. ഗോകു, നീ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ഫ്രീസ ഒരു മോൺസ്റ്ററാണ്. അവൻ ഇനിയും ജീവിച്ചാൽ അത് വലിയ ആപത്താണ്. ഒരുപാട് പേരെ അവൻ ഇല്ലാതാക്കും. നമ്മുടെ ജയാൻ വംശത്തിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ് ഗോകു. നിന്നോട് ചെയ്തതിന് മാത്രമല്ല, എൻ്റെ അച്ഛനോട് ചെയ്തതിന്, നിന്റെ അച്ഛനോട് ചെയ്തതിന്, നമ്മുടെ വംശത്തിനോട് ചെയ്തതിന്, നമ്മുടെ ഗ്രഹത്തിനോട് ചെയ്തതിന്, അതിനെല്ലാം നീ അവനോട് പ്രതികാരം വീട്ടണം. അതൊരു കാരണവശാലും അവനെ ജീവനോടുകൂടെ വിടാൻ പാടില്ല. കാക്കറോട്ട്, നിന്നെക്കൊണ്ട് മാത്രമേ അവൻ ഇല്ലാതാക്കാൻ പറ്റൂ. നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ. എനിക്കും ഈ ജയാൻ വംശത്തിനൊക്കെ നിന്നിലാണ് പ്രതീക്ഷ. ഗോകുവിനാണെങ്കിൽ അതിനെന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. അവനാണെങ്കിൽ അല്പനേരം വെജീറ്റയെ തന്നെ നോക്കും. എന്താ സംഭവിക്കുന്നത്? വെജീറ്റ തിരികെ വന്നോ എന്നൊന്നും മനസ്സിലാവാതെ അവൻ കൺഫ്യൂസ്ഡ് ആവും. അവനെ ജയിക്കണമെങ്കിൽ നിന്റെ ഉള്ളിലുള്ള സൂപ്പർ ജയാൻ അത് പുറത്തേക്ക് വന്നേ പറ്റൂ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവർക്കും വേണ്ടി അവനോട് പ്രതികാരം ചോദിക്കേണ്ടത് ഞാനാണെന്നാണ്. അവനാണെങ്കിൽ ഈസി ആയിട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കേണ്ടതുപോലെ തന്നെ എന്നെയും തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. സോ എന്നെ തോൽപ്പിക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അത് നീയാണ്. നീ അത് ചെയ്തേ പറ്റൂ. ഗോകുവിനാണെങ്കിൽ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. വെജീറ്റ, എനിക്കെല്ലാം മനസ്സിലായി. ഇത്രയും കാലവും ഞാൻ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സയാൻ വംശത്തെക്കുറിച്ചും പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചും എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് കേട്ട് ഫ്രീസി ആണെങ്കിൽ ഇപ്പോൾ അവിടെ വലിയൊരു തുരങ്കം ക്രിയേറ്റ് ചെയ്യുകയാണ്. നീ വെറുതെ വിചാരിച്ച് സമയം കളയാതെ എന്നോട് ഫൈറ്റ് ചെയ്യും. അത് കേട്ട് ഗോകു അവൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.